RSS ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന സർക്കാർ. അക്കാദമിക സമൂഹത്തിന് മുന്നിൽ വിസിമാർ തലകുനിച്ചു നിൽക്കേണ്ടി വരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. RSS പരിപാടിയിൽ പങ്കെടുത്ത വിസിമാർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സർക്കാർ ലിസ്റ്റിൽ നിന്ന് നിയമിക്കപ്പെട്ട കുഫോസ് വിസി ഡോക്ടർ എ ബിജുകുമാർ പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിന് തിരിച്ചടിയായി. എതിർപ്പ് അവഗണിച്ച് കേരള കണ്ണൂർ വിസിമാർ ഇന്നും ജ്ഞാനസഭയിൽ എത്തി. സർവകലാശാലകളിലെ വിസി നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെയാണ് വിസിമാർ കൂട്ടത്തോടെ RSS പരിപാടിയിൽ പങ്കെടുത്തത്. കേരള, കണ്ണൂർ, കാലിക്കറ്റ് ആരോഗ്യ സർവകലാശാല വിസിമാർ ജ്ഞാനസഭയിൽ പങ്കെടുക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും സർക്കാർ ലിസ്റ്റിൽ നിന്നും കുഫോസ് വിസിയായ ഡോക്ടർ ബിജുകുമാർ പരിപാടിയിൽ പങ്കെടുത്തതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് വിസിമാർക്കെതിരായ നിലപാട് സർക്കാർ കടുപ്പിച്ചത്. അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഭാവിയിൽ വിസിമാർ തലകുനിച്ചു നിൽക്കേണ്ടി വരുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. വിസിമാരെ ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശനം കടുപ്പിച്ചു. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു നേരിട്ട് സമവായ നീക്കം നടത്തിയിട്ടും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. VC മോഹനൻ കുന്നുമ്മൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ കാരണം. VCയോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് സിൻഡിക്കേറ്റിന്റെയും തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.